സന്ദീപ് വാര്യർ നമുക്കറിയാം, ചാനൽ ചർച്ചകളിൽ ബി ജെ പിക്ക് വേണ്ടി കത്ത് നിന്ന നേതാവാണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന് ഇടക്കാലയളവിലാണ് അദ്ദേഹത്തിന് ആ രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് മാറിയത്. രാഷ്ട്രീയത്തിൽ ആരും ശത്രുക്കളില്ല എന്നാണ് സ്വാഭാവികമായി നമ്മൾ സാധാരണയായി പറയുന്നത്. ഇപ്പം ഇന്നത്തെ എന്റെ ആശയം തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് നാളെ മറ്റൊരു ആശയത്തിലേക്ക് പോകാം. അല്ലാതെ അതൊരു പരമമായ തെറ്റാണെന്നൊന്നും ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരിക്കലും അനുകൂലമായ കാര്യമല്ല. നമ്മുടെ ആശയങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരുത്താം എന്നുള്ളതാണ് 100%. ഇപ്പൊ ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്നവൻ നാളെ ബി ജെ പിയിൽ നിൽക്കുന്നവൻ നാളെ മറ്റന്നാൾ CPM പോവാം. കാരണം തന്റെ ആശയം എന്ന് വരെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്നവരെ നമ്മൾ അതിൽ നിൽക്കുള്ളൂ. അതാണ് സത്യം. എന്തായാലും സന്ദീപ് വാര്യർ കോൺഗ്രസ് എത്തിയതിനു ശേഷം കോൺഗ്രസിന് ഒരു അസറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം വളരെ കൃത്യമായി പല ചാനൽ ചർച്ചകളിലും ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിനെ പ്രതിരോധിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും.